ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ടൂട്ടാ പഹിയ എന്നു പേരായ കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർട്ട് 2, അതായത് ഫോക്കസ് ഏരിയയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നന്നായിട്ട് പഠിക്കണം. ഇതിൻ്റെ മുമ്പ് പാർട്ട് 1 പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂചന. സംബന്ധ് പഹചാനെ അവർ മിലാൻ കരെ. ബന്ധം തിരിച്ചറിയണം, എന്നിട്ട് മിലാൻ കരെ ചേർക്കുക. ശരിയായത് ചേർക്കുക. ഇവിടെ ടൂട്ടാ പഹിയ നേരെ സമസ്യായേം എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ അതങ്ങനെ കൊടുക്കണം. ചക്രവ്യൂഹ് അധർമ്മ കാ വിരോധി, അഭിമന്യു മഹാശക്തി, ബ്രഹ്മസ്ത്ര ലഘുമാനവ്. അപ്പം ടൂട്ടാ പഹിയ എന്നതിന് ചേർന്നത് ലഘുമാനവ്, ഇതാണ് ശരി. ചക്രവ്യൂഹ് എന്നതിന് ശരി സമസ്യായേം പ്രോബ്ലം, അതായത് അഭിമന്യു എന്നതിന് അധർമ്മ വിരോധി, ബ്രഹ്മസ്ത്ര എന്നതിന് മഹാശക്തി എന്നാണ് ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വർത്തമാൻ പരിവേഷ് में നിമ്നലിഖിത് പ്രതീകവും കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ ലിഖെ. നിലവിലുള്ള സാഹചര്യത്തിൽ താഴെ കൊടുത്ത പ്രതീകങ്ങൾ എന്തിനെ പ്രതിനിധിത്വം ചെയ്യുന്നു, എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ലിഖെ. അപ്പോൾ പ്രതിനിധീകരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്, പ്രതീകം എന്തിനെയാണ് പ്രതിനിധീകരിച്ചത് എന്നാ പറയേണ്ടത്. അപ്പോൾ ഇവിടെ പ്രതീകമായിട്ട് കൊടുത്തത് അഭിമന്യു, ടൂട്ടാ പഹിയ, ചക്രവ്യൂഹ്, മഹാരഥി, ബ്രഹ്മാസ്ത്ര, ഇതൊക്കെയാണ്. അപ്പം അഭിമന്യു ഉച്ചമാനവ് എന്നതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തത് ടൂട്ടാ പഹിയ എന്നത് ലഘുമാനവ്, ചക്രവ്യൂഹ് ആധുനിക സമസ്യ, മഹാരഥി വിപക്ഷിതൾ, ബ്രഹ്മാസ്ത്ര ശക്തിശാലി ഹത്തിയാർ, അതായത് ഏറ്റവും ശക്തിയുള്ള ആയുധം. വിപക്ഷിതൾ എന്ന് പറഞ്ഞാൽ മഹാരഥി, വിപക്ഷിതൾ എതിർ സംഘം, ചക്രവ്യൂഹ് ആധുനിക സമസ്യ, അതായത് ഇന്ന് നടക്കുന്ന ഓരോ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സൂചന വായിക്കണം, എന്നിട്ട് ആൻസർ കൊടുക്കുക. ഇവിടെ സൂചന കൊടുത്തിട്ടുള്ളത് അപ്പനെ പക്ഷിക്കോ അസത്യ ജാൻത്തെ ഹുയേ ബി बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के ആശയ ലിഖെ. ഈ വരികളുടെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ആൻസർ നോക്കാം. ഏ പങ്ക്തിയാം, ഈ വരികൾ. മഹാഭാരതത്തിലെ ഏക് പ്രസംഗ് പർ, ഒരു സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അഭിമന്യു അകേലേഹി ചക്രവ്യൂഹമേ പ്രവേശിക്കുക. അഭിമന്യു തനിച്ച് ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചു. കൗരവപക്ഷിക്ക് സേന, കൗരവപക്ഷത്തുള്ള സൈന്യങ്ങളായ മഹാരഥിയോനെ, മഹാപണ്ഡിതർ, അഭിമന്യുക്കോ ഗീർക്കർ, അഭിമന്യുവിനെ വളഞ്ഞിട്ട്, ശസ്ത്ര, അഭിമന്യുവിന്റെ ആയുധം, നാഷ്കർ ഡാല, നശിപ്പിച്ചിട്ടു. കൗരവപക്ഷിക്ക് സേനാവും കോ മാലും ഹേ, കൗരവപക്ഷത്തുള്ള സൈന്യങ്ങൾക്ക് അറിയാം. കി എന്തെന്നാൽ ന്യായ അഭിമന്യുക്കെ പക്ഷുമേഹെ, ന്യായം അഭിമന്യുവിന്റെ പക്ഷത്താണെന്ന്. തോബി എന്നിട്ടും അവർ അഭിമന്യുവിനെ അപ്പനാ ബ്രഹ്മസ്ത്രവും സേ, തന്റെ ബ്രഹ്മസ്ത്രങ്ങളെ കൊണ്ട് കുജൽ ദേനെ കേലിയെ തയ്യാർ പോകുക, അതായത് ചവിട്ടി മതിക്കാൻ തയ്യാറായി. ഇതാണ് ഇതിന്റെ ആശയം. ഈ വരികളുടെ ആശയമാണിത്. നന്നായിട്ട് പഠിക്കണം. അടുത്ത സൂചന. തബ് മേം രഥ കാ ടൂട്ടാ ഹുവാ പഹിയ ഉസ്കെ ഹാത്തോ മേം ബ്രഹ്മസ്ത്രോം സെ ലോഹാ ലേ സക്താ ഹൂം. അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്, അവന്റെ കയ്യിൽ ബ്രഹ്മസ്ത്രങ്ങളെ കൊണ്ട് അവനെ കൈകൊണ്ട് ഏറ്റുമുട്ടാൻ കഴിയും. ഇതാണ് ഇൻ പങ്ക്തിയോമേൻ ചർച്ചിത് പൗരാണിക സന്ദർഭ്. ഈ വരികളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പൗരാണിക സന്ദർഭ്, പുരാണ സന്ദർഭം. വർത്തമാൻ പരിവേഷ് മേം നിലവിലുള്ള സാഹചര്യത്തിൽ കഹാം തക്ക് പ്രാസംഗിക, എത്രത്തോളം പ്രശസ്തമാണ്, സന്ദർഭോചിതമാണ്. ആൻസർ നോക്കാം. ഇൻ പങ്ക്തിയോം കി പ്രാസംഗികത യഹേ കി. ഈ വരികളുടെ പ്രാസംഗികത, അതായത് സന്ദർഭം ഇതാണ് എന്തെന്നാൽ, ജബ് സാരാ സൻസാർ, എപ്പോഴാണോ ഈ മുഴുവൻ ലോകത്തുള്ള ആളുകളും ഏക് സാഹസി മനുഷ്യക്കോ, ഒരു നല്ല ധൈര്യമുള്ള മനുഷ്യനെ ദബാനെ കടിച്ചമർത്താനുള്ള പ്രയാസപ്പെടുന്നത്, അടിച്ചമർത്താൻ പ്രയാസപ്പെടുന്നത്. തബുമേൻ രഥ കാ ടൂട്ടാ പയ്യാഹു, അപ്പം ഞാൻ രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രമാണ്. ഉസ്കെ ഹാത്തോമേം, അവന്റെ കയ്യിൽ
ടൂട്ടാ പയ്യ രഹിക്കർ പുട്യചക്രം ഇരുന്നിട്ട് ശത്രുക്കളെ ബ്രഹ്മസ്ത്രവും കാ സാമന കർ സക്തായി, ബ്രഹ്മസ്ത്രങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടാൻ കഴിയുന്നു. യഹാൻ ടൂട്ടാ പയ്യ ഉപേക്ഷിത ലഘുമാനവ് കാ പ്രതീക ഹെ. ഇവിടെ ടൂട്ടാ പയ്യ ഉപേക്ഷിക്കപ്പെട്ട ലഘുമനുഷ്യന്റെ പ്രതീകമാണ്. ആജ്കൽ ഈയിടെയായിട്ട് സമൂഹത്തിൽ ചൽനേവാല നടന്നുകൊണ്ടിരിക്കുന്ന അസത്യ ഓർ അന്യായവും കെ ഖിലാഫ്, അസത്യത്തിനും അന്യായത്തിനും ഖിലാഫ് വിരുദ്ധമായിട്ട് കോയി യുദ്ധ കരയും ആരെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ കോയി ലഘുമാനവിഹി ഏതൊരു ചെറിയ മനുഷ്യനും ഉസ്കാ സഹാര ബനേക, അതിൻ്റെ സഹായം കിട്ടിയേക്കാം. യഹി ഇസ്കാ പ്രാസംഗികത. ഇതാണ് ഇതിൻ്റെ സന്ദർഭം. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കുക. അടുത്തത് എന്താ നോക്കണം. ക്വസ്റ്റ്യൻ, ഇതിഹാസവും കി സാമൂഹിക ഗതി സഹസാ ചൂട്ടി പഠിജാനെ പർ, ചരിത്രത്തിന്റെ സാമൂഹിക ഗതി പെട്ടെന്ന് കള്ളമായി ഭവിച്ചാൽ ക്യാ ജാനെ, എങ്ങനെ പറയാൻ പറ്റും, എങ്ങനെ അറിയും. സച്ചായി ടൂട്ടെ ഹുയെ പയ്യോം കാ ആശ്രയിലേ, സത്യം പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും. ഇത് നമ്മൾക്ക് ഉറപ്പാണ് അല്ലേ. അവ നോക്കുക. ഇൻ പങ്ക്തിയോം സേ കവി ക്യാ ബതാന ചാത്ത, ഈ വരികളിൽ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കവി ബതാന ചാത്ത ഹേ കി, കവി പറയാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ പഹിയ ടൂട്ടാ ഹേ തോ ബി, ചക്രം പൊട്ടിയതാണെങ്കിൽ ഉസേ നെഹിം ഫേങ്കന ചാഹി, അതിനെ വലിച്ചെറിയരുത്. ഈ സംസാർ, ഈ ലോകം ഏക് ദുരൂഹ ചക്രവ്യൂഹേ, ഒരു ദുരൂഹമായ അതായത് മനസ്സിലാക്കാൻ വിഷമമുള്ള ദുരൂഹ്, മനസ്സിലാക്കാൻ വിഷമമുള്ള ചക്രവ്യൂഹമാണ്. ഈ ചക്രവ്യൂഹത്തിൽ ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാപണ്ഡിതർ, അസത്യോർ അന്യായവും കെ, അസത്യത്തിന്റെയും അന്യായത്തിന്റെയുമായ അക്ഷൗഹിണി സേനാവും കെ, അക്ഷൗഹിണി സൈന്യങ്ങളെ ഗഡാ കരയെങ്കിൽ നിർത്തും. ഈ മഹാരഥിയും കെ കാരണം, ഇങ്ങനെ ഈ മഹാരഥികളെ, അസത്യവും അന്യായവും നിറഞ്ഞ മഹാരഥികളെ നിർത്തിയാൽ അത് കാരണം ഇതിഹാസ് കി സാമൂഹിക ഗതി, ഇതിഹാസത്തിന്റെ സാമൂഹിക ഗതി സഹസാ ചൂട്ടി പടിജാതി, പെട്ടെന്ന് കള്ളമായി ഭവിക്കുന്നു, അതായത് മോശമാവുന്നു. ആ സമയം സച്ചായിക്കോ, സത്യത്തിന് ടൂട്ട പയ്യേക്ക ആശ്രയിലേന പടേക, ഇങ്ങനെയുള്ള നിസ്സാര മനുഷ്യരെ പോലെ ടൂട്ട പയ്യേക്ക പൊട്ടചക്രത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഈസ്ലിയെ കവി പറയുന്നു, അതുകൊണ്ട് കവി പറയുന്നു ടൂട്ടാ പയ്യേക്ക് ഉപേക്ഷാനയും കന്നേച്ചായി, അതുകൊണ്ട് പൊട്ടചക്രത്തെ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടരുത് എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടൂട്ടാ പയ്യ കവിത पर ടിപ്പണിയിലേക്ക്. ടൂട്ടാ പയ്യ കവിതയിൽ ടിപ്പണി എഴുതുക. ആൻസർ ശ്രദ്ധിക്കുക. ടൂട്ടാ പയ്യ നാമക്ക് കവിത. ഈ ടൂട്ടാ പയ്യ എന്നു പേരായ കവിത ധർമ്മവീർ ഭാരതി ലിഖാഹുക, ധർമ്മവീർ ഭാരതിയാണ് എഴുതിയിട്ടുള്ളത്. ഏക് ചോട്ടി കവിത, ഇതൊരു ചെറിയ കവിതയാണ്. ഉനോനെ, അദ്ദേഹം, ഇസ്കി രചന, ഇതിന്റെ രചന, 7 ഗീത് വർഷസെ, അദ്ദേഹത്തിന്റെ രചനയായ 7 ഗീത് വർഷ എന്ന രചനയിൽ നിന്നും ചുനീഗയെ തിരഞ്ഞെടുത്തതാണ്. ഉനോനെ, അദ്ദേഹം, പ്രയോഗവാദി കവിയോമേക്ക്, പ്രയോഗവാദി കവികളിൽ ഒരാളാകുന്നു. ഈ കവിതയിൽ കവി ടൂട്ട പയ്യേക്കോ പൊട്ടചക്രത്തെ തിന്നെ ബഹുത്ത് മൂല്യ ദേക്കർ, നല്ല മൂല്യം വില കൊടുത്തിട്ട് വർണ്ണിച്ചിരിക്കുന്നു. എന്തെന്നാൽ ടൂട്ട പയ്യ ഉപേക്ഷിത ലഘുമാനവ പ്രതീകയെ, ടൂട്ട പയ്യ ഉപേക്ഷിക്കപ്പെട്ട ലഘുമനുഷ്യന്റെ, ചെറിയ മനുഷ്യന്റെ, നിസ്സാര മനുഷ്യന്റെ പ്രതീകമാണ്. ജിസയാം ഫാൽത്തു സമച്ചുകർ ഫേങ്ക് ദേത്ത, ഏതിനെയാണോ നമ്മൾ ഫാൽത്തു പാഴ്വസ്തു എന്ന് സമച്ചുകർ മനസ്സിലാക്കിയിട്ട് ഫേങ്ക് ദേത്തായി വലിച്ചെറിയുന്നത്. ടൂട്ട പയ്യ കാട്ടാഹി, അങ്ങനെയുള്ള ഈ ടൂട്ട പയ്യ പറയുകയാണ് എന്തെന്നാൽ മേൻ ടൂട്ടാഹു പയ്യാഹും, ഞാൻ പൊട്ടിയ ചക്രമാണ്, ലേക്കിൻ മുझे മത് ഫേങ്കോ, പക്ഷെ എന്നെ വലിച്ചെറിയരുത്. കവിത ഏക് പ്രതീകാത്മക കവിത ഹെ, ഈ കവിത ഒരു പ്രതീകാത്മക കവിതയാണ്. യഹ് മഹാഭാരത് കെ പ്രസംഗ സെ ലിയാ ഗയാ ഹെ, ഇത് മഹാഭാരതത്തിലെ ഒരു സന്ദർഭത്തിൽ നിന്നും എടുത്തതാണ്. അഭിമന്യു ചക്രവ്യൂഹമേം പ്രവേശിക്കുക, അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചു. ആ സമയം കൗരവ് പക്ഷിക്ക് മഹാരഥിയോനെ, കൗരവ പക്ഷത്തുള്ള മഹാപണ്ഡിതർ, ഉസേ ഗേർക്കർ, അവനെ വളഞ്ഞിട്ട്, അതായത് അഭിമന്യുവിനെ വളഞ്ഞിട്ട്, സബുശാസ്ത്ര, അഭിമന്യുവിന്റെ മുഴുവൻ ആയുധങ്ങളും നശിപ്പിച്ചിട്ടു.
അഭിമന്യുവിനെ ഉസ് സമയം രഥുക്ക ടൂട്ട പയ്യേക്കോ. അഭിമന്യു ആ സമയം രഥത്തിന്റെ പൊട്ടിയ ചക്രത്തെ അസ്ത്ര ബനാക്കർ ഒരു ആയുധമാക്കിയിട്ട് ശത്രുവുംക്കോ സാമന കർലിയ ശത്രുക്കളോട് എതിരിട്ടു, യുദ്ധം ചെയ്തു. ഈ संसार के लोग असत्य और अन्याय से आगे बढ़ना चाहेगा. എപ്പോഴാണോ ഈ संसार के लोग ഈ ലോകത്തുള്ള മനുഷ്യര് ആളുകൾ അസത്യ और अन्याय से അസത്യത്തിലും അന്യായത്തിലും ആകെ പഠന ചാഹേക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, തബ് അപ്പോൾ ഉസ്കാ വിരോധ കർണേ വാല വ്യക്തി അതിനെ വിരോധിക്കുന്ന വ്യക്തികൾ അഭിമന്യുക്കെ സമാന അഭിമന്യുവിനെ പോലെ സ്വയം ചക്രവ്യൂഹമേം കീരാപ്പായേക സ്വയം ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചേക്കാം. ഉസ് സമയം ടൂട്ട പയ്യ ജൈസ ആ സമയം പൊട്ടിയ ചക്രം പോലുള്ള ലഘുമാനവ് നിസാര മനുഷ്യൻ സഹായിക ബനേക അതിനെ സഹായിച്ചേക്കാം. ഉസി പ്രകാർ ഹി അതേ പ്രകാരം തന്നെ അസത്യ ഒരു അന്യായിക്ക് യുദ്ധ കർണേവാല അസത്യത്തിലും അന്യായത്തിലും യുദ്ധം ചെയ്യുന്ന മഹാരഥിയോ ആനേസെ മഹാപണ്ഡിതർ വരുന്നത് കൊണ്ട് ഇവർ മഹാപണ്ഡിതരാണ്, പക്ഷെ അവർ അസത്യത്തിനും അന്യായത്തിനുമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വരുന്നത് കൊണ്ട് ഇതിഹാസ്കി സാമൂഹിക ഗതി ഇതിഹാസത്തിന്റെ സാമൂഹിക ഗതി സഹസ ചൂട്ടി പടിജാതിയെ പെട്ടെന്ന് കള്ളമായി ഭവിക്കുന്നു. ഐസി അവസർ പർ ബി അങ്ങനെയുള്ള അവസരത്തിലും ടൂട്ട പഹിയ ജൈസ ലഘു മാനവിഹി ആശ്രയ ബനേക ടൂട്ട പഹിയ പോലുള്ള ഒരു നിസാര മനുഷ്യനായിരിക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആശ്രയമായിട്ടുണ്ടാവുക. കാരണം നമ്മൾ അഭിമന്യുവിനെ ഉപകാരമായത് ഈ പൊട്ടിയ ചക്രം കൊണ്ടാണ് ഉപകാരം കിട്ടിയത്, അതേപോലെ തന്നെയാണ്. ഇസ്ലിയെ കവി കാത്താഹെ അതുകൊണ്ട് തന്നെ കവി പറയുകയാണ് कि എന്തെന്നാൽ ടൂട്ട പഹിയ ജൈസ ലഘുമാനവിക്ക് ഉപേക്ഷ നഹീ കർണ ചാഹിയെ പൊട്ടിയ ചക്രം പോലുള്ള നിസാര മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടരുത്. യഹി ഇസ് കവിതാക്ക സന്ദേശേ ഇതാണ് ഈ കവിതയുടെ സന്ദേശം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.